നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള ടോക്കൺ, അതായത് BEP20 ടോക്കൺ, അതായത് ബൈനാൻസ് സ്മാർട്ട് ചെയിനിൽ വന്ന ടോക്കൺ എങ്ങനെ ഫ്രീ ആയിട്ടെന്ന് വെച്ചാൽ ഫുള്ളി ഫ്രീ അല്ല, ചെറിയ ഗ്യാസ് ഫീസ് നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഫ്രീ ആയിട്ട് നമ്മളെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുകൂടാണ്ട് അതും ജസ്റ്റ് വെറും 5 മിനിറ്റിൽ കോഡിങ്ങൊന്നും ഇല്ലാണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് mint.club വെച്ചിട്ടാണ്. mint.clubൻ്റെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയണം. അപ്പോൾ ബൈയിങ് ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബൈ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ പാൻകേക്ക് ഷോപ്പിൽ ബൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് mint.clubൽ പോയിട്ട് ബൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഞാൻ വീണ്ടും ചെയ്യണില്ല. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് mint.club വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടേതായിട്ടുള്ള ടോക്കൺ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയലാണ് കാണിച്ചു തരാൻ പോകുന്നത്. എൻജോയ് ടെക് വിത്ത് us NK. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് BNB എന്തായാലും വേണം. അത് ഗ്യാസ് ഫീസ് കൊടുക്കാനാണ്, ഗ്യാസ് ഫീസ്. അപ്പോൾ മെയിനായിട്ട് കുറച്ച് BNB വേണം, കുറച്ച് mint.club ടോക്കൺ വേണം. mint.club ടോക്കൺ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടോക്കൺ നമുക്ക് തന്നെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് mint.club ടോക്കൺ നമ്മൾ മേടിച്ച് വെക്കുന്നത്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടോക്കൺ നമുക്ക് തന്നെ ഇനീഷ്യലായിട്ട് നമ്മൾ തന്നെ മേടിച്ച് നമുക്ക് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ mint.club ടോക്കൺ നമ്മൾ ഇച്ചിരി വാങ്ങിച്ചിടണം. അപ്പോൾ അത് രണ്ടും എൻ്റെ കയ്യിലുണ്ട്. കുറച്ച് BNB എന്ന് വെച്ചാൽ ഏകദേശം $2 BNBയുടെ അടുത്താണ് നമുക്ക് ടോട്ടൽ ഗ്യാസ് ഫീസായിട്ട് വരുള്ളൂ. ഇത് ഫുള്ള് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ ഗ്യാസ് ഫീസായിട്ട് വരുന്നത് ഏകദേശം $2 അടുത്താണ് വരുള്ളൂ, അതിൽ കൂടുതൽ വരില്ല. അപ്പോൾ അത്രയ്ക്ക് ചീപ്പായിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ടോക്കൺ ക്രിയേറ്റ് ചെയ്യണ ആ സമയത്ത് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ്ലി ട്രേഡബിൾ ആയിരിക്കും. ലിക്വിഡിറ്റി ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻസ്റ്റൻ്റ്ലി നമുക്ക് ട്രേഡ് ചെയ്യാം. വേറെ ആർക്ക് വേണമെങ്കിലും ആ ടോക്കൺ ആ mint.clubൽ നിന്ന് വാങ്ങിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾറെഡി മിൻറ്റ് എൻ്റെ കയ്യിൽ കുറച്ചുണ്ട്. പിന്നെ ഈ ഇത് കുറേ ഹൈഡ് ചെയ്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ഹാക്കിംഗ് ഇഷ്യൂസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഈ റേറ്റും അതും ഇതൊക്കെ ഹൈഡ് ചെയ്താണ്. അപ്പോൾ ഞാൻ DAppC പോവാണ്. ഇനി DAppC പോയിട്ട് നമുക്ക് mint.club ഓപ്പൺ ചെയ്യണം. mint.club ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ തിയറി ആയിരിക്കും, അത് മാറ്റിയിട്ട് നമ്മൾ സ്മാർട്ട് ചെയിൻ ആക്കണം. കാരണം ഇത് സ്മാർട്ട് ചെയിൻ ടോക്കണാണ് നമ്മൾ ബിൽഡ് ചെയ്യണത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്മാർട്ട് ചെയിൻ BNB ടോക്കൺ മാത്രമാണ് സ്മാർട്ട് ചെയിനിൽ തന്നെ ടോക്കൺസ് മാത്രമാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ സ്മാർട്ട് ടോക്കൺ ബിൽഡിംഗ് പ്ലാറ്റ്ഫോം വിത്തൗട്ട് ദ നീഡ് ഫോർ കോഡിംഗ് ഓർ പ്രൊവൈഡിങ് ലിക്വിഡിറ്റി. കണ്ടോ, ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്ത് ചുമ്മാ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ മിൻറ്റ് നടത്താൻ എന്തിനാണെന്ന് വെച്ചാൽ മിൻറ്റ് ഇച്ചിരി ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ ടോക്കൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മേടിച്ച് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനീഷ്യൽ ഹോൾഡറായിട്ട് ഏറ്റവും ലോവസ്റ്റ് ഒരു പ്രൈസിൽ നമുക്ക് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ ടോക്കൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് ടോക്കൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ടോക്കൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ടോക്കൺ നെയിം കൊടുക്കുക. അപ്പോൾ ഞാൻ ചാനലിൻ്റെ പേരാണ് കൊടുക്കുന്നത്, SNK ടെക്. ഓക്കെ, ടോക്കൺ സിമ്പൽ ഉണ്ട്. ടോക്കൺ സിമ്പൽ എന്ന് വെച്ചാൽ എല്ലാ ടോക്കണിനും അതിൻ്റേതായിട്ടുള്ള സിമ്പൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ബിറ്റ്കോയിന് BTC എന്നുണ്ടല്ലോ, അതുപോലെ നമ്മുടെ ടോക്കൺ സിമ്പലാണ്. ബിറ്റ്കോയിൻ എന്നുള്ള നെയിമാണ് ഈ ടോക്കൺ നെയിം. അപ്പോൾ എല്ലാ ടോക്കണും കോയിനും അതിൻ്റേതായിട്ടുള്ള സിമ്പൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൽ SNK ടെക് എന്ന് കൊടുത്തു ടോക്കൺ സിമ്പൽ. അപ്പോൾ ടോട്ടൽ മാക്സിമം സപ്ലൈ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ ഞാൻ മാക്സിമം അതായത് ഇത്രയും സപ്ലൈ തന്നെ കൊടുക്കുകയാണ്, അതായത് 10 ലക്ഷമാണ്, 10 ലക്ഷം സപ്ലൈ കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഒരു ഓപ്ഷനുണ്ട്, മെയിൻ ഓപ്ഷനാണിത്, അതായത് പർച്ചേസ് മൈ ടോക്കൺ ഇൻസ്റ്റൻ്റ്ലി. അതായത് ഈ ടോക്കൺ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ടോക്കൺ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളെ ഇനീഷ്യൽ ഹോൾഡറായിട്ടിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ടോക്കൺ തന്നെ ആദ്യമേ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ടോക്കൺ അയാൾക്ക് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ വാങ്ങിച്ച് ഇടാൻ പറ്റും. അതാണ് ബെനിഫിറ്റ്, വേറെ ബെനിഫിറ്റ് ഒന്നും നമുക്കില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റ്ലി നമ്മുടെ ടോക്കൺ പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ ടിക്ക് ഇട്ടു. ഇനി അടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ ടോക്കൺ നെയിം കാണിച്ചിട്ടുണ്ട്, ടോക്കൺ സിമ്പിൾ കാണിച്ചിട്ടുണ്ട്, മാക്സ് സപ്ലൈ കാണിച്ചിട്ടുണ്ട്, മാക്സ് കൊളാട്രൽ കാണിച്ചിട്ടുണ്ട്. അതായത് ഇത്രയും മിൻറ്റ് വരെ നമ്മുടെ ഇത് പോവും. ഈ ടോട്ടൽ സപ്ലൈ ആയി കഴിയുമ്പോൾ ഇത്രയും മിൻറ്റ് വരെ നമ്മുടെ കൊളാട്രൽ പോവും. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ
നമ്മുടെ ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സംഭവം അറിയാൻ പറ്റും. ഇവിടെ ബോണ്ടിങ് കർവ് നമ്മുടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ബോണ്ടിങ് കർവ് ഈ മിൻറ്റ് ക്ലബ്ബിൽ ഏത് ടോക്കൺ ക്രിയേറ്റ് ചെയ്താലും അതിനും ബോണ്ടിങ് കർവ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഈ സപ്ലൈ ഇങ്ങനെ സർക്കുലേറ്റിംഗ് സപ്ലൈ കൂടുന്തോറും നമ്മുടെ ടോക്കണിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അതാണ് സംഭവം. പിന്നെ ഐ ആം അവെയർ, അതായത് BSC ബ്ലോക്ക് ചെയിനിൽ നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ ഗ്യാസ് ഫീ വേണം. പിന്നെ റീഫണ്ടബിൾ അല്ല. പിന്നെ അത് നമുക്ക് തിരിച്ച് പഴയ രീതിക്ക് റിവേഴ്സിബിളായിട്ട് വരാൻ പറ്റില്ല. അതായത് ടോക്കൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ആയതാണ്, പിന്നെ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ BNB നമ്മുടെ വളരെ ആവശ്യത്തിന് BNB ഉണ്ടെന്നുള്ളത് ടിക്കിടണം. ഇത്രയും സംഭവങ്ങൾ നമ്മൾ ടിക്കിടുക. അതായത് ഇവിടെ എല്ലാം ടിക്കിടുക. ഈ ഇൻസ്റ്റൻറ്റ് പർച്ചേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ടിക്കിട്ടാൽ മതി. അപ്പോൾ ഇൻസ്റ്റൻറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ മിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ടോക്കൺ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ കയ്യിൽ $54 മിൻറ്റ് ഉണ്ട്. $54 മിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 27,21,696 മിൻറ്റാണോ ഉള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു മിൻറ്റിന് എൻ്റെ ടോക്കൺ മേടിക്കുകയാണ്. അപ്പോൾ ഞാനൊരു $50 SNK ടെക് ടോക്കൺ മേടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ ആൻഡ് പർച്ചേസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ബൈ വിത്ത് അതർ ക്രിപ്റ്റോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേറെ ക്രിപ്റ്റോ വെച്ചിട്ട് പർച്ചേസ് ചെയ്യാം. പക്ഷേ അതിൽ കുറച്ചുകൂടി ഫീസ് നിങ്ങൾക്ക് ചിലപ്പോൾ വന്നേക്കാം. ഇതാകുമ്പോൾ നമുക്ക് ഫീസ് ഭയങ്കര കുറവാണ്, മിൻറ്റ് വെച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ രജിസ്റ്റർ ആൻഡ് പർച്ചേസ് കൊടുക്കണം. അപ്പോൾ നമുക്ക് സ്മാർട്ട് കോൺട്രാക്റ്റ് കോൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു ഫീസ് വരും. ഒരു $1 അപ്രൂവ് അടിക്കാം. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ അപ്രൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ യുവർ ടോക്കൺ ഈസ് ബീയിങ് മിൻറ്റഡ് എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ ഇനീഷ്യലി നമ്മുടെ ടോക്കണിൻ്റെ ഹോൾഡറായി നമ്മൾ. അപ്പോൾ ഇത് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റ് യുവർ ടോക്കൺ, അതായത് നമ്മുടെ ടോക്കണെ കുറച്ചുകൂടി പ്രൊഫഷണൽ ആക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ടോക്കണിൻ്റെ ലോഗോ ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആഡ് ചെയ്യാം. പിന്നെ ഗ്രൂപ്പ് ചാറ്റ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ചാറ്റ് ആഡ് ചെയ്യാം. അതായത് ചാനൽ നമുക്ക് ടെലിഗ്രാം ചാനലിൽ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം, ടെലിഗ്രാം ചാനലിൻ്റെ. പിന്നെ ഇവിടെ നമുക്ക് ടോക്കൺ ഡിസ്ക്രിപ്ഷൻ എഴുതാം. പിന്നെ ഇവിടെ നമുക്ക് ടാഗ്സ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് എൻ്റെ സെയിം ലോഗോ തന്നെ ആഡ് ചെയ്യാണ്. അപ്പോൾ ചൂസ് ഫയൽ കൊടുത്തിട്ട് ഞാൻ ആഡ് ചെയ്യാണ്. ചൂസ് ഫയൽ കൊടുത്തിട്ട് ഗാലറിയിൽ നിന്ന് ആഡ് ചെയ്യാൻ പറ്റും. ലോഗോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഞാൻ യൂട്യൂബിൻ്റെ കൊടുക്കുകയാണ്. യൂട്യൂബിൻ്റെ ലിങ്ക്. അപ്പോൾ ഞാൻ യൂട്യൂബ് എടുക്കുകയാണ്. ഇപ്പോൾ യൂട്യൂബിൻ്റെ ലിങ്ക് എടുത്തു. യൂട്യൂബിൻ്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഗ്രൂപ്പ് ചാറ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. അത് നിർബന്ധമല്ല, ഒഫീഷ്യൽ വെബ്സൈറ്റും നിർബന്ധമല്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ ലിങ്ക് മാത്രമാണ് കൊടുക്കണുള്ളൂ. ഇനി ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ എഴുതിയാണ്ട് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോക്കൺ ഞാൻ ക്രിയേറ്റ് ചെയ്തത് എന്തിനാണ്, ജസ്റ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ്. അതായത് ഇങ്ങനെ ടോക്കൺ നമുക്ക് കോഡിംഗ് ഇല്ലാണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് എഴുതി വെച്ചാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടോക്കൺ ജസ്റ്റ് ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ചിടാം. അത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ചെയ്യേണ്ട സംഭവമാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇവഞ്ച്വലി നിങ്ങൾക്ക് പ്രൈസ് റൈസ് ഉണ്ടാവും. ഈ ടോക്കണ് പ്രൈസ് റൈസ് ഉണ്ടാവാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ആ മിൻറ്റിൻ്റെ പ്രൈസ് കൂടുക, അല്ലെങ്കിൽ ആ ടോക്കണിൻ്റെ ബൈയിങ് കൂടുക. അതായത് SNK എന്ന് പറയുന്ന ടോക്കണിൻ്റെ ബൈയിങ് കൂടി കഴിഞ്ഞാലും പ്രൈസ് റൈസ് ഉണ്ടാവാം. അപ്പോൾ ഈ 2 ഓപ്ഷൻസാണ് ഉണ്ടാവുന്നത്. എന്തായാലും ഇവഞ്ച്വലി മിൻറ്റിൻ്റെ പ്രൈസ് കൂടും. അപ്പോൾ എന്തായാലും പ്രൈസ് റൈസ് ഉണ്ടാവും. പക്ഷേ എന്ന് വെച്ചാലും നിങ്ങൾ സ്വന്തം റിസർച്ച് ചെയ്തിട്ട് മാത്രം മേടിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഞാൻ ഇതിന് റെസ്പോൺസിബിൾ അല്ല. ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ റെസ്പോൺസിബിൾ അല്ല എന്ന് ഞാൻ സ്വയം എഴുതിയിട്ടാണ്. അതായത് ആരും മേടിക്കേണ്ടെങ്കിലും. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാമല്ലോ ഇത് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടോക്കണാണ്. ഇനി ഇവിടെ നമുക്ക് വേറെ ടാഗ്സ് കൊടുക്കാനാണ്. ഇപ്പോൾ ക്രിപ്റ്റോ എന്ന് കൊടുത്തു. പിന്നെ ടെക്ക്, എന്നിട്ട് ഈ എൻട്രാണ് ഞെക്കണ്ട കേട്ടോ. ടെക്ക്, പിന്നെ ടെക്നോളജി. അപ്പോൾ ഇത്രയും ഞാൻ പറ്റുള്ളൂ. 5 ടാഗാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് 5 ടാഗായി. ഇനി നമുക്ക് പബ്ലിഷ് എന്നുള്ള ബട്ടൺ ജസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഗ്രൂപ്പ് ചാറ്റിന് ലിങ്ക് എന്തായാലും കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ചാറ്റിന് നമുക്ക് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ അറിയാണ്ട് ബാക്ക് അടിച്ചപ്പോൾ എൻ്റെ ബാക്കായിപ്പോയി. ഇനി നമുക്ക് നമ്മുടെ ടോക്കൺ തന്നെ നമുക്ക് ഒന്നുകൂടിയും എഡിറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മിൻറ്റ് ക്ലബ്ബിൽ പോയിട്ട് ഡാഷ്ബോർഡിൽ പോയാൽ മതി. ഇപ്പോൾ മിൻറ്റ് ക്ലബ്ബ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ബാക്കായിപ്പോയി. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണതിൻ്റെ അറിയാണ്ട് ബാക്കായിപ്പോയെങ്കിൽ മിൻറ്റ് ക്ലബ്ബിൽ പോയിട്ട് ഈ 3 ലൈൻസ് ക്ലിക്ക് ചെയ്തിട്ട് ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടോക്കൺ കാണാൻ പറ്റും. ഇവിടെ കണ്ടോ നമ്മുടെ ടോക്കൺ. എന്നിട്ട് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലോഗോയും മറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യമേ ഒന്നുകൂടി സെറ്റ് ചെയ്യേണ്ടി വരും.
അപ്പോൾ ഞാനിവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, ഇവിടെ ഗ്രൂപ്പ് ചാറ്റിൻ്റെ ലിങ്ക് ആദ്യം പേസ്റ്റ് ചെയ്യട്ടെ. എന്നിട്ട് ഇവിടെ നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്നുള്ളതിൽ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും നമ്മൾ കൊടുക്കണം, www എന്തെങ്കിലും കൊടുക്കണം, അല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ youtube.com/SNK Tech മലയാളം കൊടുക്കുകയാണ്. ഇപ്പോൾ ബാക്കായി പോയാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടിയും ഈ ഒരു സംഭവം കാണിച്ചത്. അപ്പോൾ ഞാൻ ലോഗോയും ഡിസ്ക്രിപ്ഷനിൽ നേരത്തെ കൊടുത്തത് തന്നെ കൊടുക്കാൻ പോകണം. കാറ്റഗറി ടാഗ്സ് ഒന്നുകൂടി കൊടുക്കേണ്ടി വരും, കാരണം നേരത്തെ ബാക്കായി പോയി എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട്. ഓക്കെ, ഞാൻ സേവ് അടിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ടോക്കൺ ക്രിയേറ്റ് ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ടോക്കണിൻ്റെ ഇനീഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ, അതായത് ഞാൻ ഓൾറെഡി മിൻറ്റ് ചെയ്തു 0.01% ഞാൻ ഓൾറെഡി മിൻറ്റ് ചെയ്തു, അതായത് ഞാൻ കുറച്ച് മേടിച്ചിട്ടുമല്ലോ, അപ്പോൾ മിൻറ്റ് ആയുണ്ട് 0.01%. അപ്പോൾ $0.04 ഇപ്പോഴത്തെ എൻ്റെ ഒരു ടോക്കൺ SNK Techൻ്റെ പ്രൈസ്. അപ്പോൾ ഇതിങ്ങനെ കയറി പോകുന്നതോറും ഇതിൻ്റെ പ്രൈസ് കയറിക്കൊണ്ടിരിക്കും. ഈ ഒരു മിൻറ്റിങ് കയറി പോകുന്നതോറും ഇതിൻ്റെ പ്രൈസ് കയറിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിപ്പോൾ ഇനീഷ്യൽ പർച്ചേസ് ആയാലും എനിക്ക് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിലായിരിക്കും കിട്ടുകയാണത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോട്ടൽ കൊളാട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത മിൻറ്റാണ് 2.5 മില്യൺ മിൻറ്റാണ് ടോട്ടൽ കൊളാട്രലായിട്ട് ആഡ് ചെയ്തതാണ്. പിന്നെ ഇവിടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കി കഴിഞ്ഞാൽ $99 മാർക്കറ്റ് ക്യാപ്പാണുള്ളത്. ഇവിടെ നമുക്ക് പ്രൈസ് പമ്പ് കാണാൻ പറ്റും, അതായത് ഇവിടെ നിന്ന് ഇത്ര അങ്ങ് കയറിപ്പോയി, കാരണം ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ ഇവിടെ എഡിറ്റ് കൊടുത്താണ്, ഡിസ്ക്രിപ്ഷൻസിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഇത് ജസ്റ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ടോക്കണാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മേടിച്ചിടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഇവിടെ നമ്മൾക്ക് ആക്ടിവിറ്റി നോക്കി കഴിഞ്ഞാൽ ആരൊക്കെ പർച്ചേസ് ചെയ്തു എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് റേറ്റിങ്സ് അറിയാൻ പറ്റും. റേറ്റിങ്സ് നമുക്ക് നമ്മൾ കൊടുക്കണേയല്ല, അവർ കൊടുക്കണേയാണ്. പിന്നെ ഇവിടെ നമുക്ക് വേറെ അനൗൺസ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ അനൗൺസ്മെൻറ്റ്, ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എൻ്റെ ചാനലിൻ്റെ അനൗൺസ്മെൻറ്റ് എനിക്ക് തന്നെ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അതായത് ഇത് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അനൗൺസ്മെൻറ്റ്, ഈ ടോക്കണെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അനൗൺസ്മെൻറ്റ് വേണമെങ്കിൽ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഇതിലുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ടോക്കൺ നമുക്ക് നമ്മുടെ BSC സ്കാനിൽ ഡയറക്റ്റ് അപ്പോൾ തന്നെ രജിസ്റ്റർ ആയി. അപ്പോൾ നമുക്ക് BSC സ്കാനിൽ നമുക്ക് ഇതിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് കാണാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ BSC സ്കാനിലായിട്ട് ഓപ്പൺ ആയി പോകും. എന്നിട്ട് നമുക്ക് നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ എനേബിൾ ചെയ്യാൻ പറ്റും നമ്മുടെ SNK Techനെ. അപ്പോൾ ഇതിൽ ടോട്ടൽ സപ്ലൈ 2241 കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സർക്കുലേറ്റിംഗ് സപ്ലൈ മാത്രമാണ് ഇതിൽ ടോട്ടലായിട്ട് കാണിക്കുള്ളൂ, അപ്പോഴാണ് മിൻ്റ് ആവുള്ളൂ. ആൾക്കാർ മേടിക്കുന്ന സമയത്ത് മാത്രമാണ് മിൻ്റ് ആവുള്ളൂ, അതുകൊണ്ട് അത്രയും സപ്ലൈ മാത്രമാണ് ഇവിടെ കാണിക്കുള്ളൂ. എന്നിട്ട് നമ്മൾ കോൺട്രാക്റ്റ് കോപ്പി ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കോൺട്രാക്റ്റ് കോപ്പി ചെയ്തു, എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യണം. എന്നിട്ട് ഞാനിവിടെ ജസ്റ്റ് എനേബിൾ ചെയ്യാൻ പോവാണ്. ഇവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക, സെറ്റിംഗ്സ് പോലത്തേക്കിനെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക, ആഡ് കസ്റ്റം ടോക്കൺ കൊടുക്കുക, എന്നിട്ട് എതീറിയം മാറ്റിയിട്ട് സ്മാർട്ട് ചെയിൻ ആക്കുക, എന്നിട്ട് പേസ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ ഇവിടെ നമുക്ക് അതിൻ്റെ നെയിമും സിമ്പിളും അടിച്ചു കൊടുക്കാം, SNK Tech. അതായത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ mint.club പോയാലും നമുക്ക് കാണാൻ പറ്റും, പക്ഷേ നമുക്ക് ട്രസ്റ്റ് വാലറ്റി കാണണം എന്നൊരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഡെസിമൽ 18 എല്ലാ മിൻറ്റ് ടോക്കണിൻ്റെയും ഡെസിമൽ 18 ആയിരിക്കും. എന്നിട്ട് ഡൺ അടിക്കാം. ഇപ്പോൾ നമുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടോ, അത് 2241 SNK Tech എന്ന് പറഞ്ഞ ടോക്കൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോക്കൺ. ഇത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിലായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. അതായത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിലായിരിക്കും. അത് കഴിഞ്ഞ് മേടിക്കുമ്പോൾ ഈ ഇച്ചിരി പ്രൈസ് കൂടിയായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇവഞ്ച്വലി ഇത് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ മിൻറ്റിൻ്റെ പ്രൈസ് കയറിയാലും ഇതിൻ്റെ പ്രൈസ് കയറും. പിന്നെ ഇതിൻ്റെ ബൈയിങ് കയറിയാലും, ബൈയിങ് നന്നായിട്ട് നടക്കുകയാണെങ്കിലും ഈ ഒരു ടോക്കണിൻ്റെ സിംഗിൾ ടോക്കണിൻ്റെ പ്രൈസ് കയറും. ഇനി ഞാൻ നിങ്ങൾക്ക് മിൻറ്റ് ക്ലബ്ബിൽ എൻ്റെ ടോക്കൺ ലിസ്റ്റ് ആക്കണം കാണിച്ചു തരാം. mint.club നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടോക്കൺ അതിൻ്റെ ഉള്ളിൽ ലിസ്റ്റ് ആവും. അപ്പോൾ അതിലാണ് നമുക്ക് ബൈ ചെയ്യാനും സെല് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ ടോക്കൺ ഇപ്പോൾ ബൈ ചെയ്യണമെങ്കിൽ mint.club നിന്ന് മാത്രമാണ് ബൈ ചെയ്യാൻ പറ്റുള്ളൂ, mint.club മാത്രമാണ് സെല്ലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എതീറിയം മാറ്റിയിട്ട് സ്മാർട്ട് ചെയിൻ ആക്കുക. എന്നിട്ട് നമ്മൾ ഈ 3 ലൈൻസേ ക്ലിക്ക് ചെയ്യണം. 3 കണക്ട് കൊടുക്കുക. 3 ലൈൻസേ ക്ലിക്ക് ചെയ്യണം. 3 ലൈൻസേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ എക്സ്പ്ലോറർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ നോക്കുക. ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഫീച്ചേർഡ് ടോക്കൺസ് എന്നുള്ളതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യണമെങ്കിൽ കുറച്ച് മിൻറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഞാൻ അപ്ലൈ ഒന്നും ചെയ്യാനുള്ള. ഇപ്പോൾ നമുക്ക് നമ്മുടെ ടോക്കൺ നോക്കണമെങ്കിൽ ഇവിടെ നോക്കാൻ പറ്റും. ഇവിടെ ക്രിപ്റ്റോ എന്നുള്ളതിൽ നമ്മൾ ടാഗ് കൊടുത്തിട്ടുണ്ട് ടോക്കണിൽ. ക്രിപ്റ്റോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചുമ്മാ സെർച്ച് ചെയ്യാൻ പറ്റും.
SNK ടെക് ഉണ്ടോ, SNK ടെക് എന്ന് പറഞ്ഞ ടോക്കൺ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ SNK എന്നുള്ള ഒരു ഇത് സിമ്പൽ എനിക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം ഒരാൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. SNK എന്ന് പറഞ്ഞ ഒരു ടോക്കൺ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് SNK ടെക് എന്ന് എനിക്ക് കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ടോക്കൺ തന്നെ എനിക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഞാൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ടെലിഗ്രാം കാണാൻ പറ്റും. ഈ ഇപ്പോൾ പ്രൈസ് കുറഞ്ഞത് നിങ്ങൾ കണ്ടാണ്, അത് കുറഞ്ഞതെന്നു വെച്ചാൽ മിൻറ്റിൻ്റെ പ്രൈസ് കുറഞ്ഞതാണ്. ഓക്കെ, നമ്മുടെ ഈ കൊളാട്രലിൽ ആഡ് ചെയ്താണ് മിൻറ്റിൻ്റെ പ്രൈസ് കുറഞ്ഞതാണ്. അപ്പോൾ മിൻറ്റിൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ നമ്മുടെ ബാലൻസ്, നമ്മുടെ ഈ ഒരു ടോക്കണിൻ്റെ പ്രൈസും കൂടും. പിന്നെ ഇത് സെല്ല് ചെയ്യണമെങ്കിൽ ഈ സെല്ല് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാലൻസ് ഫുള്ള് സെല്ല് ചെയ്യണമെങ്കിൽ ബാലൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാൻ ഫുള്ള് സെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫുള്ള് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് $49 സംഭവമാണ് കിട്ടുന്നത്. മിൻറ്റ് നമുക്ക് റിട്ടേൺ കിട്ടും. നമ്മൾ $50 മേടിച്ചത്. നമ്മൾ $50 മേടിച്ചത് നമുക്ക് 49.7 ഇപ്പോൾ കിട്ടുള്ളൂ. ഇപ്പോൾ മിൻറ്റ് ഇച്ചിരി കുറഞ്ഞു. അപ്പോൾ ബൈ ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേണമെങ്കിൽ പിന്നെ ബൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇനീഷ്യൽ പർച്ചേസിൽ നമ്മൾ ആദ്യമേ കൂടുതൽ ബൈ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. നമുക്ക് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ നമ്മുടെ ടോക്കൺ കിട്ടും. എന്നിട്ട് ഇപ്പോൾ നമുക്ക് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുമ്മാ ബൈ ചെയ്യാം. ബൈ വിത്ത് അനദർ ക്രിപ്റ്റോ, ബൈ വിത്ത് മിൻറ്റോ കൊടുത്തിട്ട് നമുക്ക് ബൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, സർക്കുലേറ്റിംഗ് സപ്ലൈയിൽ ആകെ 2241 ഉള്ളൂ. കാരണം ആകെ ഒരാളാണ് മേടിച്ചിട്ടുള്ളത്, അത് ഞാനാണ് മേടിച്ചതാണ്. ആകെ 2241 SNK ടെക് എന്ന് പറഞ്ഞ ടോക്കണാണ് ഇപ്പം മിൻ്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് സർക്കുലേറ്റിംഗ് സപ്ലൈയിൽ ഇത്ര. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താം. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.